നമ്മളിപ്പോൾ 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു मधुमक्खी मधु किसके लिए संचित करती है. हमने पढ़ा दूसरों के लिए, वो केवल अपने लिए नहीं दूसरों के लिए भी वो काम करती है. മറ്റുള്ളവർക്കും കൂടി വേണ്ടി മധുമക്കി പണിയെടുക്കും, ജോലി ചെയ്യും. തേനീച്ചയുടെ പ്രത്യേകത അതാണ്. ഹമേം ഭി ऐसा बनना चाहिए. നമ്മൾ അങ്ങനെ ആവണം. മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രവർത്തിക്കുന്ന ആളുകളായി നമ്മൾ മാറുമ്പോഴാണ് നമ്മളെ മനുഷ്യർ എന്ന് പറയാൻ പറ്റുക, മറ്റു പ്രാണികളെ പോലെ തന്നെ. സാധാരണ മനുഷ്യരെയാണ് ഏറ്റവും കൂടുതൽ സ്വാർത്ഥരെന്ന് പറയുന്നത്. അവനവന് വേണ്ടി മാത്രം പ്രവർത്തിക്കുക, അവനവന് വേണ്ടി മാത്രം ജീവിക്കുക, അവനവന് വേണ്ടി മാത്രം ഓരോ പ്രവൃത്തികളും ചെയ്ത് എല്ലാം എനിക്ക് വേണ്ടി എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമായി മാറിയിട്ടുണ്ട് മനുഷ്യൻ. ലേക്കിൻ മധുമക്ഖി ऐसा नहीं है. मधुमक्खी दूसरों के लिए भी काम करती है, मधु संचित करती है. लेकिन मधुमक्खी कैसे मधु संचित करती है? वे कई कई जगहों पर जाकर कई कई चीजों से थोड़ा 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 करके मधु संचित करती है. यहाँ हमारा पाठ शाहनशाह अकबर को कौन सिखाएगा. सीखना, सीखना എന്ന് പറഞ്ഞാൽ പഠിക്കുക. कैसे हम सीख सकते हैं, എങ്ങനെയാണ് നമ്മൾക്ക് പഠിക്കാൻ പറ്റുക? പഠിക്കണമെങ്കിൽ जिस प्रकार मधुमक्खी कई कई चीज़ों से मधु संचित करती है, उसी प्रकार हमें भी कई कई चीज़ों से सीखना होगा. പല വസ്തുക്കളിൽ നിന്ന് പല കാര്യങ്ങളിൽ നിന്നും പഠിക്കണം, അപ്പോഴാണ് പഠനം ശരിയാവുക. यहाँ शाहनशाह अकबर को पढ़ने की ज़रूरत मालूम पड़ता है. पढ़ने की ज़रूरत. एक दिन कई विद्वानों की चर्चा देख रहे थे. वे ഒരുപാട് വിദ്വാൻമാരിരുന്ന് ചർച്ച ചെയ്യുകയായിരുന്നു, അത് കണ്ടു നിൽക്കുകയായിരുന്നു അക്ബർ. ബാദഷാഹ് അക്ബർ विद्वानों की चर्चा देख रहे थे. तब क्या हुआ? विद्वान की चर्चा किन किन बातों पर होगी? हम जिन बातों को बड़ी बड़ी मानते हैं उन्हीं बातों पर होगी विद्वानों की चर्चा. ആളുകളുടെ നിലവാരം അനുസരിച്ചായിരിക്കും അവർ ചർച്ച ചെയ്യുന്നത്. നല്ല നല്ല കൂട്ടുകെട്ടുകളാണെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യും. പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യും. ശരിയല്ലേ? അതുകൊണ്ട് നല്ല കൂട്ടുകൾ ഉണ്ടാക്കുക, നല്ല വിദ്യാർത്ഥികളുമായി. നല്ല വിദ്യാർത്ഥികൾ എല്ലാവരും നല്ലവർ തന്നെ, പക്ഷേ പഠിക്കാൻ താല്പര്യമുള്ളവരുമായി കൂടുതൽ കൂട്ടുകൂടുമ്പോഴാണ് നമുക്കും പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാകുന്നത്. जब विद्वानों की चर्चा देख रहे थे तब बादशाह अकबर समझ पाया कि मैं बहुत सी बातें नहीं जानता. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല എന്ന് അക്ബറിന് മനസ്സിലായി. अकबर ने जल्दी ही बीरबल को बुलाया. बीरबल ने विളിച്ചു. बीरबल कौन है? अकबर का दोस्त है, अकबर का मार्गदर्शक है, एक बड़ा विद्वान है. बीरबल को बुलाया और कहा, बीरबल मैं बहुत सी बातें नहीं जानता, मुझे सब कुछ पढ़ना है. എല്ലാം എനിക്ക് പഠിക്കണം, എല്ലാം എനിക്ക് പഠിക്കണം. അത് വിദ്വാൻമാരുടെ ചർച്ച കണ്ടു നിന്നപ്പോഴാണ് അക്ബറിന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായത്. നമുക്കും വലിയവരായി തീരണം എന്ന ചിന്ത ഉണ്ടാകണമെങ്കിൽ അങ്ങനെ വലിയ വലിയ ആളുകളുമായിട്ടുള്ള സൗഹൃദം വേണം, അങ്ങനെയുള്ളവരുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ വേണം. അപ്പോഴാണ് നമ്മുടെ മനസ്സിലും വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാവുക. വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പ്രാപ്തരാകുന്നത് അങ്ങനെയാണ്, നല്ല സൗഹൃദങ്ങളിലൂടെയാണ്. बीरबल ने उसका प्रबंध किया.
ബീർബൽ അതിനുള്ള ഏർപ്പാട് ചെയ്തു. പ്രബന്ധ് എന്ന വാക്കിന്റെ അർത്ഥം ഏർപ്പാട് എന്നാണ്. ഏർപ്പാട് ചെയ്തു. उन्होंने बहुत से लोगों को जो अलग अलग काम करते हैं, വ്യത്യസ്തമായ അലഗ് അലഗ് വേറെ വേറെ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്തമായ ജോലികൾ ചെയ്യുന്ന കുറേ ആൾക്കാരെ വിളിച്ചുകൊണ്ടുവന്നു. ദർബാറിനെയും ദർബാറിലാണ് കൊണ്ടുവന്നു. അക്ബറിനെ ദേഖാ ദർബാർ ബഹുത് സേ ലോകോം സേ ഭരാ പടാ ഹൈ. ഒരുപാട് ആളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ദർബാർ. അക്ബർക്കോ ഗുസ്സ ദേഷ്യം വന്നു. എങ്ങനെയുള്ള ആളുകൾക്കാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നതെന്നറിയോ? മോശമായ മനസ്സുള്ളവർക്കാണ്. എന്ന് പറഞ്ഞാൽ അക്ബറിന് മോശമായ മനസ്സെന്നല്ല അതിൻ്റെ അർത്ഥം. ഇത്രയും ആളുകളെ ഒരുമിച്ച് കണ്ടപ്പോൾ തനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കണമെന്നേ പറഞ്ഞുള്ളൂ. അതിന് ഈ ആളുകളെയൊക്കെ വിളിച്ചു വരേണ്ട കാര്യമില്ലല്ലോ. അക്ബർക്കോ ഗുസ്സായ, അക്ബറിന് ദേഷ്യം. അക്ബറിനെ പൂച്ച ഏക്യോമേ, എന്തിനാണ് ഇതൊക്കെ? क्या आप जानते हैं कि बुआई कब करती है? फसल को कब पानी देना है? कहाँ हरे भरे चारगाह हैं? വിതയ്ക്കുന്നത് എപ്പോഴെന്ന് അങ്ങേക്ക് അറിയാമോ? എപ്പോഴാണ് വിളവുകൾക്ക് കൃത്യമായി വെള്ളം കൊടുക്കേണ്ടത് എന്ന് താങ്കൾക്കറിയാമോ? എവിടെയാണ് കാലികളെ മേയ്ക്കാൻ പറ്റിയ പുൽമേടുകൾ ഉള്ളത് എന്ന് താങ്കൾക്കറിയാമോ? അക്ബർ എന്തായിരിക്കും ഉത്തരം പറഞ്ഞത്? നെയ്, എനിക്കറിയില്ല. शाहनशाह अकबर को गुस्सा भी आया दरबार में इतने लोगों को देखकर. लेकिन बीरबल ने कहा, हर शख्स എന്ന് പറഞ്ഞാൽ വ്യക്തി, हर शख्स में कोई ना कोई हुनर है, कोई ना कोई ज्ञान है. सब लोग शिक्षक भी हैं, विद्यार्थी भी हैं. शिक्षक ശിക്ഷ ദേനേവാല. ശിക്ഷ നമ്മൾ പറയുന്ന മലയാളത്തിലെ ശിക്ഷ അല്ല, വിദ്യാഭ്യാസം. ശിക്ഷ വിദ്യാഭ്യാസം. ശിക്ഷ ദേനേവാല നൽകുന്നയാൾ, വിദ്യ നൽകുന്നയാൾ, അധ്യാപകൻ. ഹർ ഷഖ്സ് ഓരോ വ്യക്തിയും, ശിക്ഷക് ഭീ ഹേ സാത്ത് സാത്ത് അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥി. നമുക്കറിയാമല്ലോ, ഓരോ വ്യക്തിയും ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടേയിരിക്കും. എവിടെ നിന്നാണ് പഠിക്കുന്നത്? എല്ലാത്തിൽ നിന്നും. പുല്ലിൽ നിന്നും പുഴുവിൽ നിന്നും ആകാശത്ത് വളരെയേറെ വളരെയേറെ ഉയരത്തിൽ പറക്കുന്ന കഴുകനിൽ നിന്നും എന്ന് വേണ്ട നമ്മൾ കാണുന്ന ഓരോന്നിൽ നിന്നും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കാണുന്ന എന്തും ശിക്ഷ ദേനേവാലേ ഹെ, വിദ്യ നൽകുന്നവരാണ്. ജ്ഞാൻ ദേനേവാലേ ഹെ, അറിവ് നൽകുന്നവരാണ്. ഹം വിദ്യാർത്ഥി, നമ്മൾ വിദ്യാർത്ഥികളാണ്. അധ്യാപക് ഭീ ഹെ, നമ്മളിൽ നിന്നും പലരും പലതും പഠിക്കുന്നുണ്ടാവും. അധ്യാപക് ഭീ ഹെ, ശിക്ഷക് ഭീ ഹെ. तो हर शख्स जीवन भर शिक्षक भी है और विद्यार्थी भी है. ये सुनकर बादशाह अकबर को, शाहनशाह अकबर को हंसी आई. उन्होंने समझा था कि बीरबल सब कुछ जानते हैं और बीरबल को कोई कुछ भी पढ़ा नहीं सकता. लेकिन अब बीरबल कहता है क्या, हर शख्स, ഓരോ വ്യക്തിയും ശിക്ഷക് ഭീ ഹെ और വിദ്യാർത്ഥി ഭീ ഹെ. ബീർബലിനെ ആർക്കൊന്നും പഠിപ്പിക്കാൻ കഴിയില്ലെന്നാണ് ഷാഹൻഷാഹ് അക്ബർ കരുതിയിരുന്നത്. ये सुनकर बीरबल ने कहा, जहांबनाह, मैं हमेशा सीखता हूं. ബീർബൽ ഭീ एक शख्स है. ബീർബൽ ഒരു വ്യക്തിയല്ലേ? നമ്മൾ ഇതുവരെ പറഞ്ഞതനുസരിച്ച് वे भी एक अध्यापक है, शिक्षक है और साथ साथ विद्यार्थी भी है. फिर बीरबल ने क्या किया, उसी भीड़ में जाकर एक बूढ़ी महिला को, ഒരു വൃദ്ധയായ സ്ത്രീയെ अकबर के सामने बुला लाया. अकबറിന്റെ മുമ്പിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു. फिर कहा, ये मेरे पहले और സർവശ്രേഷ്ഠ ഗുരുവോ മേം ഏക് ഹെ. എൻ്റെ ആദ്യത്തെ, മാത്രമല്ല സർവശ്രേഷ്ഠരായ ഒരുപാട് ഗുരുക്കന്മാർ എനിക്കുണ്ട്, അവരിൽ ഒരാളും കൂടിയാണ് ഇത്. एक बूढ़ी महिला, ശ്രദ്ധിക്കണം, ഒരു വൃദ്ധയായ സ്ത്രീ. बूढ़ी महिला ने शाहनशाह अकबर को सलाम किया.
അതൊരു മര്യാദയാണല്ലോ. നമ്മൾ കാണുമ്പോൾ, നമ്മൾ അധ്യാപകരെ കാണുമ്പോൾ നമസ്കാരം സർ എന്ന് പറയും. ഇപ്പോൾ ഒക്കെ എല്ലാം പാശ്ചാത്യ രീതിയിൽ ഗുഡ് മോർണിംഗ് എന്നൊക്കെയാണ് പറയുക. മുമ്പൊക്കെ നമ്മൾ നമസ്കാരം എന്നൊക്കെ പറയുമായിരുന്നു. എന്തായാലും ഏതെങ്കിലും ഒന്ന് നമ്മൾ പറയണം. അതാണല്ലോ ഒരു മര്യാദ എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമ്മളൊരു സമൂഹത്തിൽ ജീവികളാവുമ്പോൾ അതൊക്കെ വേണ്ടി വരും. സലാം കിയ, ഇവിടെ ബൂഠി മഹിളാനെ ബാദുഷാഹ് കോ സലാം കിയ. സലാം കർക്കെ ബൂഠി മഹിളാനെ ബാദുഷാഹ് അക്ബർ കോ പെഹലാ പാഠ് പഠായ. ആദ്യത്തെ പാഠം പഠിപ്പിച്ചു. വോ ക്യാ ഹെ? वो पाठ ये है, आ पाठम इदान, संसार में कोई भी शख्स, कोई भी व्यक्ति संसार के सभी बातों को सीख नहीं सकता. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ഒരാളിന് കഴിയില്ല. അത് തന്നെയാണ് ഒന്നാമത്തെ പാഠം. നമ്മൾ പഠിക്കേണ്ടുന്ന ഒന്നാമത്തെ പാഠം അത് തന്നെ. ലോകത്തുള്ള മുഴുവൻ പഠിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പം നമ്മൾ എന്ത് വേണം? നമ്മളുടെ രുചി അനുസരിച്ച്, നമ്മളുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ചിലതൊക്കെ തിരഞ്ഞെടുക്കണം. ആ തിരഞ്ഞെടുക്കുന്നത്, നിങ്ങളിപ്പോൾ 8ാം ക്ലാസ്സിലെ കുട്ടികളാണ്, നിങ്ങൾക്ക് കുറേ വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം പഠിക്കുന്നതിനോടൊപ്പം ഇത് പഠിക്കുമ്പോൾ നിങ്ങളുടെ മേഖല ഏതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നീട് നിങ്ങളൊരു മേഖല തിരഞ്ഞെടുക്കുകയും ആ മേഖലയിൽ 100% ശ്രദ്ധയർപ്പിച്ച് മുന്നോട്ട് പോവുകയും ചെയ്താൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരിടത്ത് ചെന്നെത്തും. വലിയ വലിയ ആളുകളൊക്കെ അങ്ങനെയാണ്. എല്ലാം പഠിച്ചവരല്ല അവർ. ഏതെങ്കിലും ചില കാര്യങ്ങളിൽ 100% ശ്രദ്ധയോടുകൂടി ആഴത്തിലും പരപ്പിലും പഠിച്ചവരായിരിക്കും അവർ. ठीक है ना? तो बूढ़ी महिला ने पहला पाठ पढ़ाया कि संसार में कोई भी शख्स, कोई भी व्यक्ति संसार की सभी बातें पढ़ नहीं सकता. वही पहला पाठ है. और दूसरा पाठ पढ़ाया, वो क्या है? सबको ये सीखना चाहिए कि अच्छा इंसान कैसे बन सकता है. अच्छा इंसान, നല്ല മനുഷ്യൻ. മനുഷ്യനായാൽ പോരാ, അച്ഛാ ഇൻസാൻ ബന്നാ ഹെ, നല്ല മനുഷ്യനാവണം. അച്ഛാ ഇൻസാൻ. നമ്മൾ പറയാറില്ല ഇരുകാലി മൃഗം എന്ന്. സ്വഭാവം കൊണ്ട് ചീത്തയായ മനുഷ്യരെന്ന് നമ്മൾ കരുതുന്നവരെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയുക? ഇരുകാലി മൃഗം. അങ്ങനെ ആകാൻ പാടില്ല. ഇൻസാനായാൽ പോരാ, അച്ഛാ ഇൻസാൻ ബന്നാ ചാഹിയെ, നല്ല മനുഷ്യനാവണം. അച്ഛാ ഇൻസാൻ ബന്നാ ചാഹിയെ. അങ്ങനെ 2 പാഠങ്ങളാണ്. ഒന്നെന്താണ്? संसार की सभी बातों को एक ही शख्स पढ़ नहीं सकता. രണ്ടാമത്തെ എന്താണ്? दूसरा पाठ ये है अच्छा इंसान बनना, वही पढ़ना चाहिए. सबको वही पढ़ना चाहिए कि अच्छा इंसान कैसे बन सकता है. അതാണ് പഠിക്കേണ്ടത്. ഷാഹൻഷാഹ് അക്ബർ इन दोनों बातों में बहुत प्रभावित हुए. വളരെയധികം സ്വാധീനിക്കപ്പെട്ടു. അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. प्रभावित हुए. बादशाह अकबर ने उस बूढ़ी महिला के सामने अपना सिर झुका दिया, क्योंकि जो 2 पाठ, 2 പാഠങ്ങളല്ലേ പഠിപ്പിച്ചത്, उन दोनों पाठों का प्रभाव उतना अधिक पड़ा बादशाह अकबर पर. അദ്ദേഹത്തിന് പെട്ടെന്ന് ഇത് മനസ്സിലായി. അദ്ദേഹത്തിന് വളരെയധികം എന്താ പറയുക, നമ്മൾ താല്പര്യം തോന്നി അല്ലേ? അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, അത്രയും ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പഠിച്ചു. फिर उन्होंने बीरबल की ओर मुड़कर कहा, तुम सच में भाग्यशाली हो बीरबल, क्योंकि तुम्हें एक समझदार गुरु मिला है. സമച്ഛദാർ ഗുരു നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. പണ്ട് കാലത്തൊക്കെ നല്ല ഒരു ശിഷ്യനെ കിട്ടാൻ ഗുരുക്കന്മാർ ഒരുപാട് കാലം കാത്തിരുന്നു എന്നാണ്. നല്ലൊരു ശിഷ്യനെ കിട്ടാൻ. അതുപോലെ നല്ല ഒരു ഗുരുവിനെ തേടി നടന്ന ശിഷ്യന്മാരുടെ കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട്. നല്ല ഗുരുവിനെ കിട്ടുക, അതുപോലെ നല്ല ശിഷ്യനെ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഒരുതരം വിശ്വാസം അനുസരിച്ച് പറഞ്ഞാൽ അതൊക്കെ മുജ്ജന്മ സുഹൃത ഫലമെന്നാണ്. മോശമായ വഴികളിലൂടെ നമ്മൾ നയിക്കപ്പെടും. അല്ലെങ്കിൽ നല്ല ഗുരുക്കന്മാരില്ലെങ്കിൽ, നല്ല ശിഷ്യന്മാരെ കിട്ടിയില്ലെങ്കിലോ വിദ്യ തന്നെ അവതാളത്തിലാവും. നിങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. ജ്ഞാൻ മാർഗം എന്നൊരു പാഠം പഠിക്കും. അറിവിൻ്റെ മാർഗം. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും, വിദ്യ നൽകിയാൽ അത് അർഹതയുള്ള കൈകളിലല്ല എത്തിച്ചേരുന്നതെങ്കിൽ അപകടകരമാണ്. അതുകൊണ്ട് നല്ല ശിഷ്യന്മാരെ നോക്കിയിരുന്ന ഗുരുക്കന്മാരുണ്ടായിരുന്നു. നല്ല ഗുരുവിനെ കിട്ടാൻ വേണ്ടി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടന്ന ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ഇവിടെ ഷാഹൻഷാഹ് അക്ബർ ने बीरबल से कहा
तुम भाग्यशाली हो क्योंकि तुम्हें एक श्रेष्ठ ഗുരു തുമേം ഏക് സമജ്ദാർ ഗുരു മിലി ഹൈ. ഇത്രയുമാണ് നമ്മുടെ പാഠത്തിൻ്റെ ആശയം. പാഠം മനസ്സിലാക്കാൻ ഇത്രയും മതി. ഇനി ഹിന്ദിയാണ് മനസ്സിലാക്കേണ്ടത്. കുറേ കാര്യങ്ങൾ അതിന് മനസ്സിലാക്കണം. എന്തൊക്കെ വേണം? നയേ ശബ്ദ്, പുതിയ വാക്കുകൾ, അത് പഠിക്കണം. വാക്യവും കാ പ്രയോഗ്, വാക്യങ്ങൾ എങ്ങനെ പ്രയോഗിക്കാം എന്നത് പഠിക്കണം. വാക്യങ്ങൾ പ്രയോഗിക്കാൻ പഠിക്കുക. ആ വാക്യങ്ങളെ തെറ്റുകൂടാതെ എഴുതാനും പറയാനും അതിനാവശ്യമായ വ്യാകരണ ഭാഗങ്ങൾ പഠിക്കുക എന്നുള്ളതൊക്കെ ബാക്കി കിടക്കുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ ഇതിൻ്റെ ആശയം മാത്രം പറഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞതിനെ ചുരുക്കി പറഞ്ഞാൽ ഇത്രയുമാണ്. संसार में कोई भी व्यक्ति संसार की सभी चीज़ों को पढ़ नहीं सकता. दूसरा पार्ट ये है, अच्छा इंसान बनना ही सर्वश्रेष्ठ बात है. ഏറ്റവും വലിയ കാര്യം നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ്. इसलिए हमें क्या करना चाहिए? जहाँ जहाँ से ज्ञान मिलेंगे वहाँ वहाँ से ज्ञान को इकट्ठा करना है और हमें संचित करना है उसे. जिस प्रकार मधुमक्खी अलग अलग चीज़ों से मधु संचित करती है, इकट्ठा करके संचित करती है, उसी प्रकार अलग अलग स्थानों से हमें ज्ञान मिलेगा. उसी ज्ञान को इकट्ठा करके हमें अपने हृदय में, अपनी बुद्धि में संचित करके रखना चाहिए. किसान से खेत से संबंधित या और खेती से संबंधित बातें मिलेंगे, और धोबी से जिस प्रकार कपड़ा धो सकता है और उससे कैसे दाग निकाल सकता है, ऐसी बातें हमें मिलेंगी. बीरबल ने शाहनशाह अकबर से पूछा, एक गरीब आदमी उसकी छोटी सी आमदनी से कैसे अपना घर, अपना परिवार चलाता है, वो आपको मालूम है कि नहीं? ഒരു വലിയ ചോദ്യമല്ലേ? വളരെ ചെറിയ വരുമാനം കൊണ്ട് കുടുംബം പുലർത്തുന്ന അതെങ്ങനെ സാധ്യമാവും എന്ന് താങ്കൾക്ക് അറിയാമോ എന്നൊരു ചോദ്യമല്ലേ? നമ്മുടെ ഇടയിൽ വളരെ പാവപ്പെട്ട ആളുകളുണ്ട്, അവർ അങ്ങനെ ജീവിക്കുന്നവരാണ്. അതിരിക്കട്ടെ. അപ്പം നമ്മൾ പാഠത്തിൻ്റെ ആശയമാണ് പറഞ്ഞത്. ഈ ആശയം വളരെ കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക. എന്നിട്ട് പാഠപുസ്തകം നന്നായി വായിക്കുക, പുതിയ പുതിയ വാക്കുകൾ പഠിക്കുക. എല്ലാവർക്കും നമസ്കാരം.